യോനാഥാൻ്റെ നിമിത്തം ശൗലിൻ്റെ കുടുംബത്തോട് അസാധാരണമായിരിക്കുന്ന ദയ കാണിച്ചവനാണ് ദാവീദ് രാജാവ്. യോനാഥാൻ്റെ മകനായി 2 കാലുകളും മുടന്തുള്ളവനായി മെഫീബോശേത്ത് ജന്മനാ മുടന്തനല്ലായിരുന്നു. അവൻ്റെ രാത്രി അവനെ എടുത്തുകൊണ്ട് ഓടിപ്പോകുന്ന വേളയിൽ വീണ് അവൻ്റെ 2 കാലുകളും മുടന്തുള്ളതായി മാറി. ശൗലിന് ശേഷം രാജഭരണം ഏറ്റെടുക്കുന്നത് ദാവീദ് രാജാവ്. എന്നും യുദ്ധം നിലനിൽക്കുന്ന ശൗലിൻ്റെയും ദാവീദിൻ്റെയും കുടുംബം ദാവീദിൻ്റെ പക്കൽ ഭരണമേറ്റു കഴിഞ്ഞപ്പോൾ നിശ്ചയമായും ആ കുടുംബത്തിന് വളരെ ഭയം തോന്നും. ഇനിയും ദാവീദ് തങ്ങളുടെ കുടുംബത്തോട് പകരം ചോദിക്കും, പകരം ചെയ്യുമെന്നുള്ളൊരു മനോഭാവം എപ്പോഴും ആ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കാം. എന്നാൽ ദാവീദ് അങ്ങനെയുള്ള മനോഭാവമെല്ലാം മാറി ആ കുടുംബത്തോട് ദയ കാണിക്കുന്നു. 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 7-ാം വാക്യം. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാൻ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിന്റെ അപ്പനായ ശൗലിൻ്റെ നിലമൊക്കെയും നിനക്ക് മടക്കിത്തരും. നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന് മെഫീബോശേത്തിനോട് ദാവീദ് രാജാവ് പറയുകയാണ്. ഞാൻ യോനാഥാൻ്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിക്കുകയാണ്. അങ്ങനെയാണ് മെഫീബോശേത്തിനെ ദാവീദ് രാജാവ് കണ്ടെത്തുന്നത്. ദാവീദ് രാജാവിൻ്റെ മുമ്പിലേക്ക് മെഫീബോശേത്ത് കടന്നു വരുന്നത് വളരെ ഭയത്തോടു കൂടിയാണ്. അതാണ് 9-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ദാവീദ് അവനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട. ഭയത്തോടുകൂടെ നിൽക്കുന്ന മെഫീബോശേത്തിനോട് പറയുന്നു, 1, നീ ഭയപ്പെടേണ്ട. 2-ാമത്തെ കാര്യം, നിന്റെ അപ്പനായ യോനാഥാൻ നിമിത്തം നിന്നോട് ദയ കാണിച്ചിരിക്കുന്നു. 3, നിന്റെ വല്യപ്പൻ്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. 4, നീ നിത്യം എൻ്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. ഇതിൽ പരം ഇനി എന്താണ് മുടന്തനായ മെഫീബോശേത്തിന് ലഭിക്കേണ്ടത്? അവൻ്റെ അപ്പനായ യോനാഥാൻ്റെ നിമിത്തമാണ് ഈ ദയ കാണിക്കുന്നതെന്ന് ദാവീദ് മെഫീബോശേത്തിനോട് പറഞ്ഞു. വിനയത്തോടുകൂടി അവൻ ദാവീദിനോട് പറഞ്ഞു, ഒരു ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ എന്തുള്ളൂ? ദാവീദ് രാജാവിന് മെഫീബോശേത്തിനോട് ഇത്രമാത്രം ദയ തോന്നുവാൻ മനസ്സുണ്ടായെങ്കിൽ ദാവീദിൻ്റെ പുത്രനായി ഈ ഭൂമിയിൽ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർന്നെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അതിനേക്കാൾ എത്രയോ വലുതാണ്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. മെഫീബോശേത്തിനെ രക്ഷിക്കുന്നൊരു ദാവീദ് നൽകിയത് ശൗലിൻ്റെ നിലമാണ്. അതിന്മേൽ ദാവീദിനൊരു ചിലവുമില്ല. എന്നാൽ നമ്മെ വീണ്ടെടുത്ത് ദൈവഭവനക്കാരാക്കുന്നതിന് കർത്താവായ യേശുക്രിസ്തുവിന് തൻ്റെ ജീവൻ നൽകേണ്ടി വന്നു. എഫേസ്യ ലേഖനം 1-3-ാം വാക്യം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഒരു യോനാഥാൻ നിമിത്തം മെഫീബോശേത്തിനോട് ദയ കാണിച്ച ഒരു ദാവീദുണ്ടെങ്കിൽ പിതാവാം ദൈവം പുത്രനായിരിക്കുന്ന ക്രിസ്തുവിൽ കൂടെയാണ് നമ്മെ സ്നേഹിച്ചത്. ആ സ്നേഹം എത്രയോ വലിയതാണ്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഗോഡ് ബ്ലെസ് യു.